ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയ രാജ്യമാണെന്നും ഈ ഷിയ രാജ്യത്തെ മറ്റ് ചില സുന്നി രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ പിന്തുണയില്ല, ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശരിക്കും ഈ ഷിയ മുസ്ലിം, എന്താ ഈ സുന്നി മുസ്ലിം, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ കാരണം, ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് വിശദീകരിക്കാനായിട്ട് നമ്മളോടുള്ളത് അഹമ്മദ് മാഷാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അഹമ്മദ് മാഷ് വീണ്ടും ABCയിലേക്ക് വന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ അഹമ്മദ് മാഷെ സ്വാഗതം ABCയിലേക്ക് വീണ്ടും. സന്തോഷം ABCയിൽ വീണ്ടും വരാൻ. ഇപ്പോൾ സിനുജിയോട് ഒരു ഇടവേളയ്ക്ക് ശേഷം സംസാരിക്കാനൊക്കെ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. ഈ ഇറാൻ ഇസ്രായേൽ വാറിന് രണ്ടടിത്തറയുള്ളത്. അതിൻ്റെ വംശീയമായ അടിത്തറ ഒരു ഭാഗം, രണ്ട് സെമിറ്റിക് മതങ്ങൾ തമ്മിലുള്ള പകയാണ് അല്ലെങ്കിൽ വൈരമാണ്. ഒന്ന് ജൂതമതമാണ്. സെമിറ്റിക് മതങ്ങൾ മൂന്നാണല്ലോ. ഒന്നാമത്തെ സെമിറ്റിക് മതം ജൂതായിസമാണ്, ജൂതമതമാണ്. 2 ക്രിസ്ത്യാനിറ്റിയാണ്, 3 ഇസ്ലാമാണ്. ഇതിൽ ആദ്യത്തെ സെമിറ്റിക് മതമായ ജൂതവംശീയതയുമായി അറബ് ദേശീയതയ്ക്ക് അല്ലെങ്കിൽ അറബ് വംശീയതയ്ക്ക്, ഇസ്ലാമിന് ഉള്ള ചരിത്രപരവും വിശ്വാസപരവുമൊക്കെ ആയ വിരോധമാണ് ഇതിൻ്റെ ഒരു അടിത്തറ. എന്നാൽ ആ വിരോധം വേണമെങ്കിൽ ഇവർക്ക് ഇസ്രായേലിനോട് സൗദി അറേബ്യക്ക് തോന്നാം, യമന് തോന്നാം, UAEക്ക് തോന്നാം, ഖത്തറിന് തോന്നാം, ഒക്കെ തോന്നാമല്ലോ. മുസ്ലിം ലോകത്ത് 51 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്, അവർക്കൊക്കെ തോന്നാമല്ലോ. പക്ഷെ എന്താണ് ഇറാൻ്റെ പ്രത്യേകത? അവരൊക്കെ ഇസ്രായേലുമായി പല ഘട്ടങ്ങളിലായിട്ട് കോംപ്രമൈസായി, യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്നു, യുദ്ധത്തിൻ്റെ അന്തരീക്ഷം പലരും അവസാനിപ്പിച്ചു. അപ്പോഴും ഇറാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അതാണ് സിനുജിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇറാൻ അപ്പോഴാണ് ഇസ്ലാമിനകത്ത് തന്നെയുള്ള മറ്റൊരു വംശീയതയിലേക്ക് നമ്മൾ കണ്ണുപായിക്കേണ്ടി വരിക. ഇസ്ലാമിനകത്താണ്. ആഗോളതലത്തിൽ ലോകത്തിലെ ഇസ്ലാം 2 ഉള്ളൂ. ഒന്ന് സുന്നി, മറ്റൊന്ന് ഷിയ. ഇത് തമ്മിലുള്ള അടിസ്ഥാന തർക്കം പ്രവാചകൻ്റെ മരണം എന്ന് പറഞ്ഞാൽ AD 632 അത്. അതെ, AD 632 എന്ന് വെച്ചാൽ 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മരിക്കുന്നു. പ്രവാചകൻ ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയാചാര്യനാണ്, ഒപ്പം അക്കാലത്തെ മുസ്ലിം ലോകത്തിൻ്റെ ഭരണാധികാരിയുമാണ്. അങ്ങനെ ഒരാൾ മരിച്ചാലുള്ള ആദ്യത്തെ ചടങ്ങ് അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുത്തിട്ട് വേണം മരണാനന്തര കർമ്മങ്ങൾ നടത്താൻ. നിർഭാഗ്യവശാൽ പ്രവാചകൻ മുഹമ്മദ് നബി മരണം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ അത് ദേഹത്തിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് മറവ് ചെയ്യണം. അത് ജീവിച്ചിരിക്കുന്ന, ആ മരണം കണ്ടു നിൽക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. ഇത് മരണം വരെ ഉപദേശിച്ചുകൊണ്ടിരുന്ന പ്രവാചകൻ പക്ഷേ മരിച്ചിട്ട് ദിവസങ്ങളോളം കിടന്നു. ഒരു തിങ്കളാഴ്ച പുലർച്ചെയാണ് അദ്ദേഹം മരിക്കുന്നത്. അന്ന് പകൽ മുഴുവൻ കഴിഞ്ഞു. ചൊവ്വാഴ്ച പകല്, ചൊവ്വാഴ്ച രാത്രി, എന്നിട്ട് ബുധനാഴ്ചയാണ് മറവ് ചെയ്യുന്നത്. എന്തായാലും തർക്കം എന്ന് വെച്ചാൽ ഈ തർക്കമാണ്. പ്രവാചകന് ശേഷം അടുത്ത അനന്തരാവകാശി ആരാവണം? 2 തർക്കങ്ങളാണ് പ്രധാനമായിട്ട് വന്നത്. 2 തർക്കമാണ്. പ്രവാചകൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ശിഷ്യൻ അബൂബക്കർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാകണമെന്നൊരു കൂട്ടർ, അതല്ല, അദ്ദേഹം വയോധികനാണ്, ദുർബലനാണ്, ശക്തനും യുവാവുമായ ഒരാൾ വേണം എന്ന വാദം വന്നു. ആ വാദത്തിൻ്റെ വക്താക്കളുടെ മുമ്പിലുണ്ടായിരുന്നത് അലിയാണ്. അലിയുടെ പ്രത്യേകത, അലി പ്രവാചകൻ്റെ പുത്രി ഫാത്തിമയാണ് പ്രവാചകൻ്റെ മകളുടെ ഭർത്താവാണ് അലി. വില്ലാളി വീരനാണ്. പ്രവാചകൻ്റെ എപ്പോഴും എല്ലാ പ്രതിസന്ധികളിലും പ്രവാചകൻ്റെ കൂടെ നിന്ന പോരാളിയാണ്. ചെറുപ്പക്കാരനാണ്, ധീരനാണ്. അലിയെ ചേർത്ത് മലയാളത്തിൽ പറയാറുള്ളത് അലി പുലി എന്നാണ്. എന്നുവെച്ചാൽ അത്ര ശക്തൻ ധീരനുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അലിയെ ആദ്യത്തെ ഇപ്പോൾ പ്രവാചകന് ശേഷം പിന്നെ പ്രവാചകനില്ലല്ലോ. ഇസ്ലാമിക വിശ്വാസപ്രകാരം അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. എന്നാൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണാധികാരി വേണം. അങ്ങനെ വരുമ്പോൾ ആ ഭരണാധികാരിയെ നബി എന്ന് വിളിക്കില്ല, ഖലീഫ എന്നാണ് വിളിക്കുക. ഖലീഫ എന്ന് വെച്ചാൽ പ്രതിനിധി എന്നാ. പ്രവാചകനില്ലാത്ത ലോകത്ത് പ്രവാചകന്റെ പ്രതിനിധിയായി നാട് ഭരിക്കുന്നയാളാണ് ഖലീഫ. 1-ാം ഖലീഫ ആരാകണമെന്നായിരുന്നു തർക്കം. നമ്മൾ വിചാരിച്ചത്, പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന ഇത് പ്രായവും ശക്തിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ല, അതിൻ്റെ അടിത്തറ വംശീയമായിരുന്നു. അറേബ്യയിലെ 2 പ്രധാനപ്പെട്ട വംശങ്ങൾ തമ്മിലായിരുന്നു തർക്കം. ഈ അമവികളും ഹാഷിമികളും ഇവർ തമ്മിലായിരുന്നു തർക്കം. അങ്ങനെ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഈ തർക്കം നീണ്ടുപോയി.
ഒടുവിൽ വളരെ സ്ട്രാറ്റജിക്കലായ തന്ത്രപരമായ ചില നീക്കങ്ങളിലൂടെ വളരെ സമർത്ഥനായ ഒരു തന്ത്രശാലിയായിരുന്നു രണ്ടാമത്തെ ഖലീഫയായി വന്ന ഉമർ ഫാറൂഖ്. ഒന്നാമത്തെ ഖലീഫയായി ഈ ഉമർ ഫാറൂഖ് തന്ത്രപൂർവ്വം നടത്തിയ ഒരു നീക്കത്തിലൂടെ അബൂബക്കറിനെ ചെന്ന് ആലിംഗനം ചെയ്ത് അങ്ങ് മതി എന്ന് തീരുമാനിച്ചു. ആ ഒരു നിർണായക ഘട്ടത്തിൽ പലരും കലഹിച്ചെങ്കിലും ഇത്രയും വൈകിപ്പോയല്ലോ, പ്രവാചകൻ്റെ മയ്യത്തവിടെ കിടക്കുകയാണ് ദിവസങ്ങളായിട്ട്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ അല്ലെങ്കിൽ മനസ്സോടെ അബൂബക്കറിനെ തീരുമാനിച്ചു. പിന്നെ അബൂബക്കർ കഷ്ടിച്ച് കുറച്ചു കാലം 1-2 കൊല്ലമേ ഭരിച്ചുള്ളൂ. അബൂബക്കർ വന്നപ്പോൾ പിന്നെ ആ വഴിയിൽ തന്നെ അതേ ഗോത്രത്തിൽ നിന്ന് ഉമർ ഫാറൂഖ് വന്നു. മൂന്നാമത് ഉസ്മാൻ വന്നു. അപ്പോഴൊന്നും അലി പരിഗണിക്കപ്പെട്ടില്ല. മനസ്സിലായോ? ഈ തർക്കമാണ് ഒന്നാമത്തെ ഖലീഫയായി പ്രവാചകന്റെ മരണത്തിൻ്റെ തൊട്ടടുത്ത നിമിഷം നേരവകാശിയായി വരേണ്ടിയിരുന്നത് പ്രവാചകനുമായി രക്തബന്ധമുള്ള വില്ലാളി വീരനായ പ്രവാചകന്റെ വംശത്തിൽ പിറന്ന അലി ആണ് ഖലീഫയാകേണ്ടിയിരുന്നത് എന്ന തർക്കമുണ്ടല്ലോ. 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ തർക്കമാണ്. ആ തർക്കം ലോകത്ത് ഒരിക്കലും അവസാനിപ്പിക്കാനാവില്ല. കാരണം ലോകത്തിന് 7-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകാനാവില്ല. ആ തർക്കം നീണ്ടു നിന്നു. പിന്നീട് ഈ തർക്കം അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലം തൊട്ട് ഉമറിൻ്റെ കാലം തൊട്ട് അങ്ങനെ തുടർന്നു. ഈ ഷിയത്ത് അലി, അലിയുടെ പക്ഷം എന്നാണ് ഷിയ എന്ന് പറഞ്ഞ അർത്ഥം. ഷിയത്ത് അലി എന്നാണോ ഇങ്ങനൊരു വിഭാഗീയത പ്രവാചകന്റെ മരണ ദിവസം മുതൽ ഉണ്ടായതാണ്. അതിനു മുമ്പേ വംശീയതയുണ്ട്, പക്ഷെ അത് അലിയുടെ പേരിലുള്ളൊരു പക്ഷമായി മാറിയത് അന്നാണ്. അപ്പോൾ ആ തർക്കമാണ് അബൂബക്കർ ഖലീഫയായത് തെറ്റാണ്, ഉമർ ഖലീഫയായത് അതിനേക്കാളും വലിയ തെറ്റാണ്, ഉസ്മാൻ ഖലീഫയായതും തെറ്റാണ്, 4ാമത്തെ ഖലീഫയായി പിന്നീട് ഗത്യന്തരമില്ലാതെ അലി വന്നു. പക്ഷേ അലി കൊല്ലപ്പെട്ടു ഭീകരമായിട്ട്. ഇസ്ലാമിനകത്ത മുസ്ലിങ്ങൾ തന്നെയാണ് കൊന്നത്. ഈ 2 പക്ഷത്തുമായി പ്രവാചകന്റെ മരണത്തെ തുടർന്ന് ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ, ഒരു ഭാഗത്ത് ഒരു ഗോത്രം, ഒരു വംശം, മറ്റേ ഭാഗത്ത് മറ്റൊരു ഗോത്രം. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള വലിയ പോരുകൾ, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യം, പ്രവാചകന്റെ പത്നി ആയിഷ ബീവി, പ്രവാചകന്റെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പത്നിയായിരുന്നു ആയിഷ ബീവി, അവരൊരു ഭാഗത്ത്, പ്രവാചകന്റെ മകളുടെ ഭർത്താവ് അലി മറുഭാഗത്ത്. ആലോചിച്ച് നോക്കൂ. ഈ കുടുംബത്തിൽ കുടുംബങ്ങൾ തമ്മിലുള്ള വൈരം, വലിയ യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പൊ പ്രവാചകന്റെ മരണം വരെ 2 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. സമാധാനം എന്ന് ഉച്ചരിച്ചുകൊണ്ടേയിരുന്ന പ്രവാചകന്റെ മരണം തൊട്ട് കലാപത്തിൻ്റെയും ചോരച്ചൊലിച്ചിൻ്റെയും യുദ്ധത്തിൻ്റെയും ഒക്കെയാണ്. കർബല യുദ്ധത്തോടെയാണ് അത് വല്ലാത്തൊരു ടേണിലേക്ക് പോയത്. കർബല എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലശേഷം, ഈ അലിയുടെ കാലശേഷം അലിയുടെ മക്കൾ ഹസൻ, ഹുസൈൻ, ഇവരെ കുടുംബത്തോടെ കൂട്ടക്കൊല ചെയ്തു മറുപക്ഷം. ഇതാണ് അപ്പോൾ അതോടുകൂടി അവർക്ക് കടുത്ത വൈരമായി. പ്രവാചകന്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്തിട്ട് ഞങ്ങൾ ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരികളാണ് എന്ന് അവകാശപ്പെടുന്നവരുണ്ടല്ലോ, അവരാണ് ഈ സുന്നികൾ എന്ന് അവകാശപ്പെടുന്നത്. മറ്റേതാണ് ഷിയാക്കൾ. ഇത് രണ്ടും ഇപ്പോഴും തീരാത്ത നിൽക്കുകയാണ്. ലോകത്ത് സുന്നി രാജ്യങ്ങൾ എന്ന് അവകാശപ്പെടുന്ന കുറേ രാജ്യങ്ങളുണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഷിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുത്ത രാജ്യങ്ങൾ കുറവാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ശക്തമായ രാജ്യമാണ് ഇറാൻ. ഇറാനിൽ 1978 കലാപത്തിന് ശേഷം, അവിടെ ആ കലാപം നയിച്ചതും ആ സ്വാതന്ത്ര്യ ഷാ പഹ്ലവി എന്ന് പറയുന്ന ചക്രവർത്തി അമേരിക്കൻ്റെ ഏജൻ്റായിരുന്നു. ഷാ പഹ്ലവിയോടുള്ള പോരാട്ടം, അതുവഴി അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് തന്നെയുള്ള പോരാട്ടം നടത്തിയിട്ടാണ് അവർ ഇസ്ലാമിക വിപ്ലവം ജയിച്ചത് 1978. അപ്പോൾ അതിനുശേഷം അവിടെ അധികാരത്തിൽ വന്നത് സ്വാഭാവികമായിട്ടും ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ അവിടെ കലാപം കൂട്ടിയ ഷിയ പോരാളികളാണ്. അങ്ങനെയാണ് മതഭരണകൂടം, അതാണ് അവിടെ ഭരണകൂടം. അങ്ങനെയാണ് അവിടെ ഷിയ ഭരണകൂടമായത്. അതേസമയത്ത് സൗദി അറേബ്യയിൽ ഭരണകൂടമുണ്ട്, രാജഭരണമാണ്, പക്ഷേ അവർ സുന്നികളാണ്. യമനിലുണ്ട്, UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്, ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ലോകത്തിലെ ഏതാണ്ട് 51 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലുണ്ട്. ഒന്നുകിൽ അത് രാജഭരണമാണ്, അല്ലെങ്കിൽ ജനാധിപത്യ ഭരണമാണ്. പക്ഷേ അവിടെയൊക്കെ തന്നെ മഹാഭൂരിപക്ഷവും, അതിലിപ്പോൾ ഷിയാക്കളുള്ള ഇറാൻ കഴിഞ്ഞാൽ പിന്നെ ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഒന്ന് സിറിയയാണ്. ജനങ്ങൾ കൂടുതലല്ല കേട്ടോ. സിറിയയിലെ ചിത്രം എന്ന് വെച്ചാൽ ജനസംഖ്യയിൽ ഇപ്പോഴും സുന്നികളാണ് കുറച്ചുകൂടി എങ്കിലും ഭൂരിപക്ഷം. പക്ഷേ അവിടെ രാജാവായി വന്നത് ബഷർ അസാദ് ഈ ഷിയ ആണ്. പക്ഷേ ബഷർ അൽ അസാദിനെ അട്ടിമറിച്ചിട്ട് ഇപ്പം അഹമ്മദ് അൽ ഷറ വന്നു. അപ്പൊ അഹമ്മദ് അൽ ഷറ എന്ന് പറയുന്ന സുന്നിക്കാരനാണ്. അതെ, സുന്നി വന്നു. അതാണ്ടായത്. അവിടെ ഷിയാക്കൾക്കെതിരായി അവിടെ പക്ഷേ ദീർഘകാലം പിടിച്ചു നിന്നു ഇറാന്റെ പിന്തുണയോടുകൂടെ. ഇറാനും ഈ ഒരു ഘട്ടത്തിൽ റഷ്യ പോലും അവരെ പിന്തുണച്ചു, ബഷർ അസാദിനെ. അപ്പോൾ ആ പിന്തുണ കൊണ്ട് മുല്ലപ്പൂ വിപ്ലവം വന്നപ്പോൾ ഒട്ടുമിക്ക ഭരണകൂടങ്ങളും അറബ് ലോകത്ത് വലിയ പ്രതിസന്ധി നേരിട്ടല്ലോ. പക്ഷേ ബഷർ അസാദിനെതിരായിട്ടാണ് വലിയ കലാപം നടന്നത്, എന്നിട്ടും പിടിച്ചു നിന്നു.
അതാണ്. അപ്പോൾ അപ്പൊ ഇപ്പൊ ഇസ്രായേൽ ഒരു ഭരണത്തിലേക്ക് വരുന്ന, ഇസ്രായേൽ ആധിപത്യം പുലർത്തുമ്പോൾ ഒരു പക്ഷേ അവിടുത്തെ ഈ ഭരണമാറ്റം വേണമെന്നാണല്ലോ അമേരിക്ക ഇസ്രായേലൊക്കെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇറാനിൽ അങ്ങനെ ഒരു ഭരണമാറ്റം വരികയും ഈ ഷാ ഭരണകൂടത്തെ തിരിച്ചവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്താൽ ഈ പറയുന്ന ഷിയ ഭൂരിപക്ഷം ഇറാൻ നഷ്ടപ്പെടുമോ? അങ്ങനെ സംഭവിക്കും? ഷിയാക്കൾക്ക് ഭൂരിപക്ഷം, ജനസംഖ്യയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടോളുന്നില്ല. പക്ഷെ അധികാരത്തിൽ ഷിയ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം അമേരിക്കക്ക് നന്നായിട്ട് അറിയാം. ഷിയാക്കളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ചാവേറുകളാണ്, മരിച്ചേ തീരൂ. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ വാറിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഇറാനെ സമ്പൂർണ്ണമായി തുടച്ചു നീക്കിയാലും ഇസ്രായേലിന് സമാധാനം വരില്ല. കാരണം എന്ന് വെച്ചാൽ ആ ചാവേറുകൾ അങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യപ്പെട്ട കാര്യം ഈ ചാവേറായി മരിച്ചു വീഴുക, ഷഹീദാവുക, ജിഹാദ് നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് സുന്നികൾ താരതമ്യേന, ലോകത്തിലെ സുന്നി മുസ്ലിങ്ങൾ താരതമ്യേന പ്രായോഗികവാദികളും സമാധാനവാദികളുമാണ്. ഇറാൻ്റെ കാര്യം അതല്ല. അതുകൊണ്ട് ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാൻ വേണ്ടി അമേരിക്ക ആഗ്രഹിക്കുന്നത് ഈ സമാധാനത്തിന് വേണ്ടി. അതിനൊരു കാരണം കൂടിയുണ്ട്. അമേരിക്ക ഇതിൻ്റെ ഒന്നാമത്തെ വിക്റ്റിമാണ്. കാരണം ഇറാൻ പറഞ്ഞത് ലോകത്ത് ഈ ഡബിൾസ് ആക്സിസ് ഉണ്ട്. ഡബിൾസ് ആക്സിസ്, ചെകുത്താൻ്റെ അച്ചുതണ്ടുണ്ട്. ചെകുത്താൻ്റെ അച്ചുതണ്ടിൽ പ്രത്യക്ഷത്തിലെ നമ്പർ 1 അമേരിക്കയാണ്. ഈ അച്ചുതണ്ട് പ്രഖ്യാപിച്ചത് ഇറാനാണ്. അവരുടെ ഒന്നാമത്തെ ചെകുത്താൻ നമ്പർ 1 ചെകുത്താൻ, ഡബിൾ നമ്പർ 1 അമേരിക്കയാണ്. നമ്പർ 2 ഇസ്രായേലാണ്. അവർ ഹൈഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു ഡബിൾ കൂടിയുണ്ട്. ആ ഡബിളിൻ്റെ പേര് ഇന്ത്യ എന്നാണ്. ആ ആക്സിസിലാണ്. ഇറാൻ്റെ കണക്കിൽ, പലസ്തീൻ്റെ കണക്കിൽ, ഈ തീവ്രവാദികളുടെയൊക്കെ കണക്കിൽ ഈ 3 ചെകുത്താന്മാർ ഒന്നാണ്. പക്ഷെ ഇപ്പോൾ അവർ തരാതരം പോലെ സൗകര്യത്തിന് ഈ ഇന്ത്യയെ കക്ഷി ചേർക്കാതിരിക്കാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഈ 2 ഡബിളിനെ നേരിടാൻ, പ്രത്യക്ഷത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടാൻ ഇറാൻ യാതൊരു മറയുമില്ലാതെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പ്രതിരോധത്തിൻ്റെ ഒരു അച്ചുതണ്ടുണ്ടാക്കും. ദ ആക്സിസ് ഓഫ് ഡബിൾ, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. ആക്സിസ് ഓഫ് ഡബിളിനെ നേരിടാൻ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഏതാണെന്നറിയോ? ലോകരാജ്യങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്രായേലിനും അമേരിക്കക്കെതിരായിട്ട് മുന്നണി ഉണ്ടാക്കല്ല. എല്ലാ ലോകരാജ്യങ്ങളിലും യാതൊരു മറയുമില്ലാതെ ഇറാന്റെ പിന്തുണയോടുകൂടി ഞങ്ങൾ നട്ടു നനച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളുണ്ട് എന്ന് ഇറാൻ പറയുകയാണ്. അങ്ങനെ പറയുന്ന ഒരു രാജ്യമില്ല. സൗദി അറേബ്യയൊക്കെ സൗകര്യം പോലെ ആർക്കെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ പറയില്ല, ഓൺ ചെയ്യില്ല. ഇത് പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് പറയാണ്. അതാണ് അവരുടേതാണ് ഹിസ്ബുള്ള, ലെബനോൺ കേന്ദ്രീകരിച്ചുണ്ടാക്കിയത്. അവരുടേതാണ് യമൻ കേന്ദ്രീകരിച്ചുണ്ടാക്കിയ ഹൂത്തി. ഹമാസിന് പിന്തുണ, അവർ തന്നെയാണ് ഹമാസിന് പിന്തുണ കൊടുക്കുന്നത്. ഹമാസ് സുന്നി തീവ്രവാദ പ്രസ്ഥാനമാണ്. പക്ഷേ ലോകത്തിലെ സുന്നി രാജ്യങ്ങളൊക്കെ ഹമാസിനെ പിന്തുണക്കാതായപ്പോൾ, ഇസ്രായേലിനോട് കോംപ്രമൈസ് ആയപ്പോൾ, ഇപ്പോൾ കണ്ടോ, നിങ്ങളുടെ സുന്നി തീവ്രവാദികളെയും സഹായിക്കാൻ ഞങ്ങളേ ഉള്ളൂ. ഇതാണ് ഇറാൻ്റെ വാദം. അതുകൊണ്ട് ഈ യുദ്ധം ആർക്കും അവസാനിപ്പിക്കാനാവില്ല സുനിജി. നമുക്കത് പിന്നെയും ചർച്ച ചെയ്യാം. യുദ്ധം ആർക്കും അവസാനിപ്പിക്കാനാവില്ല. കാരണം ഇസ്രായേലിന് ഒട്ടും പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ 48-ൽ ആഗോള കരാർ അംഗീകരിച്ചതാണ്. അംഗീകരിക്കാതിരുന്നത് അറബ് പക്ഷമാണ്. അന്ന് അവർ പറഞ്ഞതാണ്, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, ഒന്നുകിൽ ഫലസ്തീനെ കൊണ്ടുകൂടി ഇസ്രായേലിനെ അംഗീകരിപ്പിക്കണം. ഇസ്രായേൽ ഫലസ്തീനെ അംഗീകരിച്ചതാണ്. അന്നത്തെ അബദ്ധത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് അവർക്ക് ഇസ്രായേലിന് ഇനി വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 78 കൊല്ലമായി അല്ലേ? അതെ, 78 കൊല്ലമായി സമാധാനക്കേടാണ്. ആരോടാ ഈ സമാധാനക്കേട്? ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിനോടല്ല. ഈ ആക്സിസ് ഓഫ് ഡിഫൻസ് ആണ്, തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു ശൃംഖല. അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ ഒരേ സമയത്ത് കുറേ രാജ്യങ്ങളിലേക്ക് മിസൈൽ അയച്ചത്. സിറിയയിലേക്ക് അയച്ചു, ലെബനോണിലേക്ക് അയച്ചു, അപ്പുറത്ത് ഗോലാൻ കുന്നുകളിലേക്ക് അയച്ചു. ഇതൊക്കെയാണ് യമനിലെ ഹൂത്തികൾക്ക് അയച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ ഇസ്രായേലിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി അവർക്ക് സമാധാനം വരുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ പുതിയ സ്ട്രാറ്റജി സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇനി അങ്ങോട്ട് പഴയ 48-ലെ ഫോർമുല ഇനി ഞങ്ങൾക്ക് ബാധകമല്ല. 48-ലെ ഫോർമുല എന്താ? ഫലസ്തീൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ജോർഡാൻ റിവർ, അതിൻ്റെ കിഴക്ക് ഇസ്രായേലും പടിഞ്ഞാറ് ഫലസ്തീനുമായിരുന്നു. ഇനി അത് വേണ്ട, ഇനി മൊത്തം ഇസ്രായേലാണ്. അവർ നിവൃത്തിയില്ല. കാരണം ഫിനിഷ് ദ ജോബ് എന്ന് പണ്ട് ഇസ്രായേലിൻ്റെ സ്ഥാപകൻ ആദ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് ആ ഫോർമുലയാണ് അവർ. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് യുദ്ധം തീരൂല. എന്താ തീരാത്തത്? കീഴടങ്ങാൻ മറ്റേ പക്ഷം തയ്യാറാവില്ല. കാരണം അവരുടെ അജണ്ടയും ഐഡിയോളജിയും തന്നെ ചാവുക എന്നതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവസാനത്തെ ഈ ഡിഫൻസ് അച്ചുതണ്ട് ഉണ്ടല്ലോ, അവസാനത്തെ ഭീകരവാദിയെയും തുടച്ചു നീക്കാത്ത കാലത്തോളം യുദ്ധം അവസാനിക്കില്ല. ആരൊക്കെ പോയിട്ട് യുദ്ധവിരാമ കരാറുണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇത് രണ്ടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ
പിന്നോട്ട് പോകാനാവാത്ത, അതായത് അങ്ങനെ ഉണ്ടല്ലോ, തിരിച്ചു നടക്കാൻ വഴിയില്ലാത്ത വിധം ഒരു വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. രണ്ടു കൂട്ടരും അങ്ങനെ പോകുന്നത്, അതാണ് സ്ഥിതി. അതുകൊണ്ട് ഇതിൻ്റെ അടിത്തറ 1 വിശ്വാസപരമാണ്, 2 വംശീയമാണ്, 3 ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിച്ച് പോകണം എന്ന് ലോകത്തിന് ഇപ്പോൾ പറയാനാവില്ല. കാരണം അവർ ഇനഫ് ഇസ് ഇനഫ്. കാരണം അവർ അനുഭവിക്കേണ്ടതിലേറെ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ കാര്യം. എന്തായാലും ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ പോരിൻ്റെ ഈ പകയുടെ കാര്യങ്ങളൊക്കെയാണ് അഹമ്മദ് മാഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. വംശീയത തന്നെയാണ് പ്രശ്നം. ഇനിയും ഇത് അവസാനിക്കുന്നില്ല. ഇനിയും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച നടത്താം. അഹമ്മദ് മാഷ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. മാഷെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ചർച്ചകളൊക്കെ കൊണ്ടുവിടും. സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.